നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ 53 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി നോർക്ക. 53 പേരെ ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്നും നിലവിൽ അവർ സുരക്ഷിതരാണെന്ന് കരുതുന്നതായും നോർക്ക സിഇഒ രാജേഷ് മാധവൻ പറഞ്ഞു. ആകെ നേപ്പാളിൽ എത്ര മലയാളികൾ ഉണ്ടെന്ന് വ്യക്തമല്ലെന്നും രാജേഷ് മാധവൻ വ്യക്തമാക്കി. ജ്യോതിഷ് ജനാർദ്ദനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ജ്യോതിഷ്, ഈ നേപ്പാളിൽ വലിയൊരു ദുരന്തമുണ്ടാകുന്ന വേളയിൽ അവിടെ മലയാളികളുടെ വലിയൊരു സാന്നിധ്യമുണ്ട് എന്ന് നമുക്കറിയാം. ഇക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത, അതായത് എത്ര മലയാളികൾ സുരക്ഷിതരാണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത നൽകാൻ നോർക്കയ്ക്ക് കഴിയുന്നുണ്ടോ ജ്യോതിഷ്? ഗൗതം, ഈ നേപ്പാളിൽ പ്രളയമുണ്ടായത് സംബന്ധിച്ച് ആ സമയത്ത് തന്നെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ നോർക്കയും അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹെൽപ്പ് ഡെസ്കിലേക്ക് 17 കോളുകളാണ് വന്നത്. അതിൽ നിന്നാണ് നിലവിൽ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള വിവരങ്ങൾ നോർക്കയ്ക്ക് ലഭിച്ചത്. ഇത് സംബന്ധിച്ച് ആ സമയം മുതൽ അവരുടെ പോയ 53 പേരുടെയും മൊബൈൽ നമ്പർ ശേഖരിച്ച ശേഷം വിശദമായി അതിലേക്ക് കോളുകൾ വിളിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ലൊക്കേഷൻ എവിടെയായിരുന്നു എന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ കണക്ഷൻ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. എവിടെ വെച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് അവസാനം കുടുംബത്തെ വിളിച്ചത് എവിടെയാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നോർക്ക ശേഖരിക്കുന്നത്. ഈ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഡൽഹിയിലുള്ള നോർക്കയുടെ നോർക്കയുടെ ഓഫീസിലേക്ക് ഇത് വിവരങ്ങൾ കൈമാറും. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എംബസി വഴി മറ്റ് ഈ 53 പേരുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് നോർക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ 53 പേരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇവർ സുരക്ഷിതരാണെന്നാണ് ഇപ്പോൾ നോർക്കയുടെ പറയുന്നത്. കാരണം അവർ പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നതാണ്. മറ്റ് വിവരങ്ങളൊന്നും നിലവിൽ ലഭ്യമല്ല. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള നോർക്ക ഈ വിവരങ്ങൾ ഓരോ മണിക്കൂറുകൾ ഇടവിട്ടും ഇവരെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ ഇവരുമായിട്ടുള്ള ഏകോപനം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നോർക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്താണെങ്കിലും നിലവിൽ 53 മലയാളികളാണ് ഇപ്പോൾ ഈ കുടുങ്ങിക്കിടക്കുന്നത്. നേപ്പാൾ പ്രളയബാധിത മേഖലയുമായി ബന്ധപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നോർക്ക സിഇഒ ആയിട്ടുള്ള രാജേഷ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജേഷ് മാധവൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണെങ്കിലും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരുവാണ്. ഇവരുടെ ലൊക്കേഷൻ എവിടെയാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്, അല്ലെ കുടുംബത്തെ വിളിച്ചിരുന്നു. അപ്പോൾ പലരും ആ സമയം കുടുംബത്തെ അപകടത്തിന് മുമ്പ് വിളിച്ച സമയത്ത് എവിടെ ഹോട്ടലുകളും മറ്റു സ്ഥലങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടും ഉള്ള പരിശോധനകളും തെരച്ചിലും ഇപ്പോൾ പ്രധാനമായും നടത്തുന്നുണ്ട്. അവസാനം ഈ ഫോൺ ഓഫായ സ്ഥലം എവിടെയാണെന്നുള്ളതാണ് വിശദമായി ഇപ്പോൾ നോർക്ക പരിശോധിച്ച് വരുന്നത്. എന്താണെങ്കിലും ഈ ശേഖരിച്ച വിവരങ്ങൾ ഡൽഹിയിലുള്ള നോർക്കയുടെ ഓഫീസിലേക്കും അതുപോലെ എംബസിക്കും കൈമാറുമെന്നാണ് ഇപ്പോൾ നോർക്ക സിഇഒ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 53 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി നോർക്ക. 53 പേരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും നിലവിൽ അവർ സുരക്ഷിതരാണെന്നുമാണ് നോർക്ക സിഇഒ രാജേഷ് മാധവൻ പറയുന്നത്. ആ പ്രതികരണം ഒന്ന് കണ്ടുവരാം. ഏകദേശം 17 യൂണിറ്റ്സ് ഓഫ് ഇൻഫർമേഷനാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് നിന്ന് നമ്മൾ ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിങ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. കാര്യം ആ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. പക്ഷേ നമ്മളിത് നിരന്തരം നമ്മളുടെ ഡൽഹിയിലുള്ള നോർക്ക റൂട്ട്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫീസറുണ്ട് ഷാജിമോനാണ് ഡൽഹിയിൽ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളുടെ റെസിഡൻറ്റ് കമ്മീഷണർ സാറിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എംബസിയിലേക്ക് നേരിട്ട് വിവരങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു. സോ പിന്നീട് നമുക്ക് ഇവരെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളെടുത്ത വേറൊരു സ്ട്രാറ്റജി, ഇവരുടെ ലാസ്റ്റ് ലൊക്കേഷൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമം നടന്നിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്ത ഫാമിലി മെമ്പേഴ്സിനെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് തന്നെ വീണ്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് ഇവർക്ക് അവസാനം കിട്ടിയ വിവരങ്ങൾ, അതായത് ഇവരെ എപ്പോഴെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നെന്ന് പറയുകയോ ആ യാത്രാ വിവരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അവസാനം കിട്ടിയ അപ്ഡേറ്റ് കൂടി ഞങ്ങൾ കളക്ട് ചെയ്തു. സോ അത് വെച്ചിട്ട് അത് നമ്മളിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ആകുമ്പോഴേക്ക് ഏകദേശം ഇവരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ. നോർക്ക സിഇഒയുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്.